ഹരേ ദേവി മഹാമായേ തമ്പുരാട്ടി നമോ നമോ. താതോക്തമേവം കേട്ടു ചൊല്ലിനാൾ ശുകൻ താനും, ഖേദമേകിടും ഗൃഹസ്ഥാശ്രമം വേണ്ടമവ. നിഖില പ്രാണികൾക്കും നിത്യബന്ധനമല്ലോ, സുഖമുണ്ടെന്നു തോന്നിയിടുന്നത് അജ്ഞന്മാർക്കത്രേ. ധനചിന്തയും പൂണ്ട് വസിച്ചിടുന്നവർക്കേ ജനക സുഖമൊരു കാലത്തും ഉണ്ടാകുമോ? നിർധനന്മാരായി വിത്തം കാക്ഷിച്ചു വാഴുന്നോനെ നിത്യവും സ്വജനങ്ങൾ പീഡിപ്പിക്കുന്നുവല്ലോ. നിസ്പൃഹനായ ഭിക്ഷു സുഖിച്ചിടുന്ന പോലെ സ്വൽപ്പതി കൂടി സുഖിച്ചിടുന്നതില്ല. പിന്നെ അന്യന്മാരുടെ കഥ ചൊല്ലിയിട വേണമോ ഞാൻ? നിർണയം സംസാരത്തിൽ സുഖമില്ലൊരുത്തർക്കു. ദുഷ്കരതവൻ ചെയ്യും താപസൻ തന്നെ കണ്ടാൽ ദുഃഖിച്ചു തദ്വിഘ്നങ്ങൾ ചെയ്യുന്നു സുരേശ്വരൻ. ബ്രഹ്മാവിനില്ല സുഖം, വിഷ്ണുവിനില്ല സുഖം, മന്മഥ നിഷൂദരൻ തനിക്കുമില്ല സുഖം. സുന്ദരിയായ ലക്ഷ്മി ദേവിയെ ലഭിച്ചിട്ടു ഇന്ദിരാകാന്തൻ സുഖിച്ചിരുന്നിടുന്നില്ലല്ലോ. ദൈത്യന്മാരോട് യുദ്ധം ചെയ്തഹോ ദുഃഖിക്കുകയും അത്യന്ത ഘോരമായ തപസ്സു ചെയ്യുകയും ക്ഷേമം ലോകത്തിനുണ്ടാക്കിയിടുവാൻ എത്തിക്കുകയും ശ്രീമാനാ മഹാവിഷ്ണു ചെയ്തുഴലുന്നുവല്ലോ. മൂർത്തികൾ മൂന്നുമേവം ദുഃഖിച്ചിടുമ്പോൾ പിന്നെ മർത്യന്മാർക്കെന്തു സുഖമുള്ളതു മഹാമുനി? ധനമുള്ളവൻ പോലും ആഗ്രഹം നിമിത്തമായി മനസ്സിൽ സുഖമാർന്നിടക്കുന്നില്ല. പിന്നെ നിർധനനായുള്ളവൻ എങ്ങനെ സുഖിച്ചിടും? തത്വമിതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു ഭവാൻ തന്നുടെ ബീജത്തിങ്കിൽ ഉത്ഭവിച്ചോ ഒരു പുത്രൻ തന്നെ എന്തകോ ദുഃഖപ്രദമായിരിക്കുന്ന ഘോര സംസാരം തന്നിലാക്കുവാൻ ഇച്ഛിക്കുന്നതാരുമില്ല. ഒരു ഗതി എനിക്കു ഭവാനെന്നേ. ജന്മദുഃഖവും ജരാദുഃഖവും മൃത്യുദുഃഖവും വിൺമൂത്രമയ ഗർഭവാസ ദുഃഖവും പിന്നെ ആശാലോഭങ്ങൾ മൂലമുളവാം ദുഃഖങ്ങളും ആശയം തന്നിലോർത്തു ഭയമുണ്ടാകുന്നു.